ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ, എന്നുള്ളത് പുതിയപ്പുറം വെള്ളിയൂരിന്റെ നടുക്കായിട്ട് ഹിമയ കൺവെൻഷൻ സെന്ററിന്റെ തൊട്ടടുത്ത് ഒരു വൈകുന്നേരം എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ കഴിഞ്ഞ ദിവസം ഒരാള് ചായ കുടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു പൊതി ഇവിടെ വെച്ച് മറന്നുപോയി. അപ്പോ അത് തിരികെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഷെബിൻ മുഹമ്മദ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവനൊന്ന് കാണാം, എന്താണ് ആ പൊതിനുള്ളിലുള്ളതെന്നൊക്കെ ഒന്ന് അറിയാം. ഒന്ന് പോയി നോക്കിയാലോ. ഷെബിൻ മുഹമ്മദിന്റെ വൈകുന്നേരം എന്ന് പറയുന്ന ഷോപ്പ്, അടിപൊളി കടിയും കറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഷെബിൻ മുഹമ്മദ് വർക്ക് ചെയ്യുന്നത്. ഷെബിനെ, ഒരു ചായ വേണമല്ലോ. ചായ ഉണ്ടോ? കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉള്ള ഒരു വിശേഷമൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശേഷം ഒന്ന് പറയണം. കഴിഞ്ഞ ദിവസം രാത്രി രണ്ടാൾക്കാർ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ അവർ ചായ കുടിച്ചതിന് ശേഷം അവർ പോയതിനു ശേഷമായി കണ്ടത് ഒരു ബാഗ് ഇവിടെ മറന്നു വെച്ചത്. അപ്പോൾ പിന്നെ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ക്യാഷ് അതിനതിൽ. അപ്പോൾ അറിഞ്ഞപ്പോൾ കുറച്ച് ഞാൻ ഷോപ്പ് അടിക്കുന്ന വരെ അവരെ കാത്തുനിന്ന് വരാത്തതുകൊണ്ട് ഞാൻ മുതലാളി ഏൽപ്പിച്ച് പിറ്റേ ദിവസം മുതലാളി വന്ന് മുതലാളി ഞാനുള്ള സമയത്ത് അവർക്ക് തിരിച്ചേൽപ്പിച്ചു. എത്ര രൂപ ഉണ്ടായിരുന്നു? പൈസ നമ്മൾ കറക്റ്റ് നോക്കിയില്ല, എന്നാലും പൈസ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതലാളിയെ വിളിച്ച് ഏൽപ്പിച്ച് പിറ്റേ ദിവസം അവരോട് വരാൻ പറഞ്ഞ് അങ്ങനെ മുതലാളിൻ്റെ ഏൽപ്പിച്ചു. അവര് വന്നപ്പോ ഒരു 3 ലക്ഷത്തിനടുത്തോളം പൈസ അതിലുണ്ട് മനസ്സിലായതില്ലേ? അവർക്കും കറക്റ്റ് അറിയില്ല, എന്നാലും ഏകദേശം അതിൽ പൈസ ഉണ്ടായിരുന്നു. കച്ചവടക്കാരാന്ന് ബില്ലും കാര്യങ്ങളും മാത്രമേ അതിലുണ്ടായിരുന്നു. അവരെ കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു. എവിടെയുള്ള ആളായിരുന്നു? കോഴിക്കോട് പൂക്കാട് ആ ഭാഗത്തല്ലേ? അവര് ഇവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? അവര് വളരെ ഉപകാരം. അവർ കുറെ വീട്ടിലെത്തിയപ്പോ അവർ അറിഞ്ഞത് ഇങ്ങനെ ബാഗ് മിസ്സായിക്കുന്നത്. അപ്പൊ അവര് തിരിച്ചു വന്ന് അന്ന് രാത്രി തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷേ പൈസ ആയതുകൊണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചേൽപ്പിച്ചു. ശരി, ഏറ്റവും നല്ല കാര്യമല്ലേ ചെയ്തേ. സമ്മാനം എന്താ തന്നോ? ഇല്ല, നമ്മളങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഒരാളെ പൈസ ആയതുകൊണ്ട് തിരിച്ചേൽപ്പിച്ചത്. അത് ഇപ്പോഴത്തെ കാലത്ത് പൈസയൊക്കെ ഇങ്ങനെ കിട്ടുക, പൈസ സ്വർണം ഒക്കെ കിട്ടുകയാണെങ്കിൽ തിരികെ ഏൽപ്പിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. കൊടുക്കുന്ന ആളെ നമുക്ക് കാണിക്കാനൊക്കെ പറ്റും, തിരികെ ഏൽപ്പിക്കുന്നതൊക്കെ. പക്ഷേ അതുകൊണ്ട് അടിച്ചുപാടി പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? വേറെ ആളെ പൈസ നമ്മൾ അർഹതപ്പെട്ട പൈസ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. പൈസേന്റെ കണക്ക് കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയില്ല. ഇപ്പൊ 100 രൂപ ആണെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതാ ഷെബിൻ മുഹമ്മദ് വന്ന അടിപൊളി ചായ, അപ്പോൾ ഒരു സമൂസ, അപ്പോൾ അതൊക്കെ കുടിക്കാം. അടിപൊളി ചായ, സമൂസയുണ്ട്, നമുക്ക് ആ ഒരു കടി അടിക്കാം. നല്ല ഞെരിവുള്ള സമൂസയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ വരിക, അടിപൊളി ചായയും സമൂസയും ബാക്കി ഒരുപാട് കടികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാം. അപ്പോൾ ഇതുപോലുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. മറ്റൊരാളെ പൈസയോ അല്ലെങ്കിൽ ഗോൾഡോ ഒരു സാധനവും അവനാണ് അർഹതപ്പെട്ടതല്ല എങ്കിൽ മറ്റൊരാൾക്ക് തിരിച്ചേൽപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ, സമൂഹത്തിൽ ഏറ്റവും നല്ല നന്മയുള്ള ഈ ഒരു കാഴ്ചയാണ്. എത്ര നമ്മൾ അഭിനന്ദിച്ചാലും മതിയാവില്ല. ഇതുപോലുള്ള ആളുകൾ ഇനിയും ഉണ്ടാവട്ടെ. പുതുമയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഓക്കെ, ബൈ.